പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമുള്ള പ്രോത്സാഹന ആനുകൂല്യ വിതരണം ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പ്രോത്സാഹന തുകയുടെ വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത് EPFO ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ തത്സമയം പ്രദർശിപ്പിച്ചു. G7 में विकसित देशों के विद्युत नेताओं से मिला। दुनिया आज भारत की युवा शक्ति की चर्चा कर रही है। भारत के टैलेंट, स्किल और पोटेंशियल की चर्चा सब दूर हो रहा है। दुनिया भारत के युवाओं की क्षमता को भली भांति पहचानने लगी और ऐसे समय में हमारी कोशिश है कि भारत का हर युवा अपनी क्षमता को अवसर में बदल കണ്ണൂർ റെപ്കോ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സി സദാനന്ദൻ മാസ്റ്റർ MP, കണ്ണൂർ കോർപ്പറേഷൻ മേയർ P ഇന്ദിര തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഭാരതത്തിൽ നടക്കുന്നത് ഏകാത്മക മാനവ ദർശനത്തിലൂന്നിയ വികസനമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. JS ബിന്ദു അധ്യക്ഷത വഹിച്ചു. AKG ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൃഷ്ണരാജ്, മരിയൻ അപ്പാരൽസ് ജീവനക്കാരി ദിൽഷ, UB ബോണിഷ, സത്യൻ നാനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നൂറുകണക്കിന് പ്രൊവിഡന്റ് ഫണ്ട് ഗുണഭോക്താക്കൾ പങ്കെടുത്തു. വികസ്വരം ഈ തരത്തിലുള്ള തരംതിരിവുകളൊക്കെ ഉണ്ട് ഓരോ രാജ്യത്തെക്കുറിച്ചും. അതിൽ നമ്മൾ ഇന്ന് അവികസിതം എന്ന ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വന്ന് വികസ്വരം, വികസിച്ചുകൊണ്ടേയിരിക്കുക എന്ന നിലയിലേക്ക് നമ്മുടെ ഭാരതം എത്തിക്കഴിഞ്ഞു. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തെ വികസനം സമ്പൂർണമായി സ്വായത്തമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തെയാണ് വികസിത ഭാരത പരിശ്രമം എന്ന് നമ്മൾ പറയാം. ഭാരതം വികസിതമാകാൻ വേണ്ടിയുള്ള പരിശ്രമം. വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വെറുതെ ആലങ്കാരികമായി നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ പ്രയോജനം? വികസിത ഭാരതം എന്ന തലത്തിലേക്ക് നമ്മുടെ നാട് ഉയർത്തപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യം എന്ന് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാൻ സാധിക്കണം. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ എന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞനായ, രാഷ്ട്രസ്നേഹിയായ ഒരു രാഷ്ട്രീയ നേതാവ് ഭാരതത്തിലുണ്ടായിരുന്നു. ഇന്ന് രാജ്യം ഭരിക്കുന്ന ദേശീയ കക്ഷിയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ദീൻദയാൽ ഉപാധ്യായ. അദ്ദേഹം ഈ നാടിന് വളരാനും പടരാനും പടർന്ന് ലോകത്തിന് മുഴുവൻ തണലേകാനും സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏകാത്മ മാനവ ദർശനം എന്ന ഒരു പ്രത്യയശാസ്ത്രം, ഒരു ദർശന സംഹിത നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം രാഷ്ട്ര സേവന പ്രവർത്തനത്തിൽ പൂർണ്ണമായി മുഴുകിയിരുന്ന ആളാണ്. മറ്റൊരു ലക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ്. എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ പിറന്ന ഈ മാതൃഭൂമിയെ ലോകോത്തരമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ്. ഞാൻ ഈ പറഞ്ഞ ഏകാത്മ മാനവ ദർശനം എന്ന പ്രത്യയശാസ്ത്രം, ദർശന സംഹിത, അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ലോകത്ത് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളും ദർശനങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമാണ് മുതലാളിത്ത പാതയിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടരാണ്. അതല്ല, സോഷ്യലിസ്റ്റ് മാർഗത്തിലൂടെയാണ് നമുക്ക് മുന്നേറാൻ സാധിക്കുക എന്ന് കരുതിയിരുന്ന ആളുകൾ.
ഇത് രണ്ടിന്റെയും സമന്വയത്തിലൂടെയാണ് നമുക്കത് സാധ്യമാവുക എന്ന് ചിന്തിക്കുന്ന വിഭാഗം. അങ്ങനെയായിരുന്നു നമ്മുടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യകാലത്ത് ഭരണാധികാരിയും കൈയാളിയ നമ്മുടെ നേതാക്കന്മാരും.